ഹായ് എവ്രിവൺ, ഹോപ്പ് യു ഓൾ ആർ ഡൂയിങ് ഗ്രേറ്റ്. നിങ്ങൾ ഈ ഇൻസ്റ്റൻറ്റ് ഗ്രാറ്റിഫിക്കേഷൻ എന്ന വേർഡ് കേട്ടിട്ടുണ്ടോ? ഇറ്റ് ഈസ് ദ ഡിസയർ ഫോർ ഇമ്മീഡിയറ്റ് പ്ലഷർ ഓർ സാറ്റിസ്ഫാക്ഷൻ വിത്തൗട്ട് എനി ഡിലേ ആൻഡ് എഫേർട്ട്. സൊസൈറ്റിയിൽ പ്രധാനമായിട്ടും കണ്ടുവരുന്ന ഒരു പ്രവണത കൂടിയാണിത്. ഏതൊരു കാര്യത്തിനും അതിൻ്റേതായ സമയമെടുക്കുമെന്നുള്ളത് നമ്മൾ പലപ്പോഴും മറന്നു പോകുന്നുണ്ട്. ഒരു വിത്ത് അത് നമ്മൾ കുഴിച്ചിട്ടാൽ മുളയ്ക്കാനായിട്ടൊരു സമയം എടുക്കുന്നുണ്ട് അല്ലേ? പിന്നെ അതൊരു ചെടിയായിട്ട് മാറുന്നു, പിന്നെ അതൊരു വലിയ മരമായിട്ട് മാറുന്നു, അതിൽ നിന്ന് നമുക്ക് ഫ്രൂട്ട്സ് ലഭിക്കുന്നു. അതിനെല്ലാം അതിൻ്റേതായ ഒരു ടൈം എടുക്കുന്നുണ്ട്. അതുപോലെ തന്നെയാണ് ലൈഫിൽ നമ്മളുടെ ട്രാൻസ്ഫോർമേഷനും. അതൊരു ഓവർനൈറ്റ് പ്രോസസ്സല്ല. ചെറിയ ചെറിയ ഹാബിറ്റ്സ് കൾട്ടിവേറ്റ് ചെയ്തുകൊണ്ടാണ് നമ്മുടെ ലൈഫിൽ വലിയ ട്രാൻസ്ഫോർമേഷൻ നമ്മൾ കൊണ്ടുവരുന്നത്. ഇറ്റ് വിൽ ടേക്ക് ടൈം. അതിന് നമുക്ക് നല്ല പേഷ്യൻസ് ആവശ്യമുണ്ട്. അതൊരിക്കലും ഇത്രയും പെട്ടെന്ന് തന്നെ റിസൾട്ട് വേണമെന്ന് വിചാരിച്ച് നമ്മൾ തന്നെ ഫോഴ്സ് ചെയ്തുകൊണ്ട് നേടേണ്ടതല്ല. ഇവിടെയാണ് കൺസിസ്റ്റൻസി നമ്മളുടെ കീ ആയിട്ട് മാറുന്നത്. പുതിയതായി നമ്മൾ കൾട്ടിവേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഏതൊരു ഹാബിറ്റും അത് കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്യുമ്പോൾ മാത്രമേ അതിനുദ്ദേശിച്ച ഫലം ലഭിക്കുകയുള്ളൂ. തീർച്ചയായിട്ടും അത് ഒരു ദിവസമോ 2 ദിവസമോ ഒരാഴ്ചയോ ഒരു മാസമോ ചെയ്താൽ വലിയ മാറ്റമൊന്നും കണ്ടെന്ന് വരില്ല. എന്നാൽ നിങ്ങൾക്കത് 3 മാസം വരെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയിട്ടുണ്ട് എങ്കിൽ അത് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് മാറും. എന്ത് കാര്യവും നിങ്ങൾ നിങ്ങളുടെ ഹാബിറ്റാക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് എങ്കിൽ അത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ഡിസ്കംഫേർട്ട് ഫീൽ ചെയ്തേക്കാം. ഗ്രാജ്വലി വെറുത്ത് നിങ്ങൾ അതിനെ ഇഷ്ടപ്പെടാൻ തുടങ്ങും എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്നാൽ അതിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന റിസൾട്ട്, നമ്മളുടെ ലൈഫിൽ വരുന്ന ട്രാൻസ്ഫോർമേഷൻ അത് വളരെ വലുതായിരിക്കും. അപ്പോൾ കുറച്ചൊക്കെ കഷ്ടപ്പെട്ട് കഴിഞ്ഞാലും നമ്മളുടെ ജീവിതത്തിന്, നമ്മളുടെ കഷ്ടപ്പാടിന്, നമ്മളുടെ ദുരിതങ്ങൾക്ക് ഒരു മാറ്റം ഉണ്ടാകുമെങ്കിൽ എന്തുകൊണ്ട് ഇത്തരത്തിലൊരു മാറ്റത്തെക്കുറിച്ച് ചിന്തിച്ചൂടാ? അതിനു വേണ്ടിയിട്ടാണ് നമുക്കൊരു ലൈഫ് കോച്ചിന് ആവശ്യമായിട്ടുള്ളത്. ലൈഫിലെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ നിങ്ങൾ സ്റ്റക്കായി പോയിട്ടുണ്ട്, ഇനി നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈഫ് കോച്ചിന് അല്ലെങ്കിൽ ഒരു മെൻറ്ററിന് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഇത്തരത്തിൽ ഏതെങ്കിലും ഒരവസ്ഥയിൽ നിങ്ങൾ സ്റ്റക്കായിട്ടിരിക്കുന്നുണ്ടെങ്കിൽ ഒരിക്കലും സഹായം ചോദിക്കാനായിട്ട് മടി കാണിക്കരുത്. കം ഫോർവേഡ്. വി ആർ ഹിയർ ടു ഹെൽപ്പ് യു. വി ആർ ഹാപ്പി ടു ഹെൽപ്പ് യു. നമ്മളത് ചോദിക്കുമ്പോൾ മാത്രമേ മറ്റൊരാൾ നമ്മളുടെ പ്രോബ്ലത്തെ മനസ്സിലാക്കുകയും അതിന് വേണ്ട സൊല്യൂഷൻ നമുക്ക് ലഭിക്കുകയും ചെയ്യുള്ളൂ. ഇറ്റ് ഈസ് നോട്ട് അറ്റ് ഓൾ എ വീക്ക്നെസ്. ഇറ്റ് ഈസ് യുവർ സ്ട്രെങ്ത്. ഇറ്റ് ഈസ് യുവർ കറേജ്. അത് അങ്ങനെ ഒരു ചോദ്യം അല്ലെങ്കിൽ അങ്ങനെ ഒരു ഡൗട്ട് നിങ്ങൾ ക്ലാരിഫൈ ചെയ്യാൻ റെഡി ആയിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫ് തന്നെ മാറും, നിങ്ങളുടെ ഡെസ്റ്റിനി തന്നെ മാറും. എല്ലാം നിങ്ങളുടെ ഒരു ചോയ്സിലാണ് ഇരിക്കുന്നത്. തീരുമാനങ്ങൾ വളരെ പെട്ടെന്ന് എടുക്കുക. ദിവസങ്ങൾ ഇങ്ങനെ കടന്നു പോയിക്കൊണ്ടേയിരിക്കും. ടൈം നമ്മൾ വെയിറ്റ് ചെയ്യുന്നതല്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക.